ലോകമെമ്പാടും ISIS ഇസ്ലാമല്ല എന്ന് പറഞ്ഞതും ആ പ്രതിജ്ഞയുടെ നിമിഷങ്ങളിലെ അവരുടെ തീരുമാനത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് സംഘടനയല്ല, ഇത് ജീവിതത്തിലെ കാഴ്ചപ്പാടുകളുടെ ക്രമീകരണമാണ്, ദൈവികമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിലുള്ള ക്രമീകരണമാണ്. ആ ക്രമീകരണങ്ങൾ അതേ അർത്ഥത്തിൽ ഭംഗിയായി നടത്തുന്ന, ഒരു ഉറുമ്പിനെ പോലും കൊല്ലരുത് എന്ന് പഠിപ്പിച്ച ആ പ്രവാചകന്റെ ജീവിതം അപ്പടി പകർത്തിയെടുക്കുന്ന ഒരു എന്താ പറയുക, തള്ളപ്പക്ഷി കരഞ്ഞപ്പോൾ ആ കരച്ചിലിൽ പോലും വേദന കണ്ട, വേദനിച്ച് സൈനികനോട് കുഞ്ഞിക്കിളിയെ തിരിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് ചേർത്തു പറയുന്ന ഒരു വാചകത്തെ, ഒരു വാക്കിനെ, സലഫിയത്ത് എന്ന വേർഡിനെ അതിപ്പോൾ ബിൻ ലാദനിലേക്ക് ചേർത്തി തുടങ്ങിയിരിക്കുന്നു. ബിൻ ലാദൻ സലഫിയാണോ CP സലീം? ഉസാമ ബിൻ ലാദൻ നമുക്കറിയാം, അദ്ദേഹത്തെ വളർത്തി വലുതാക്കിയത് അമേരിക്കയാണ്. അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടായിരുന്ന യുദ്ധവുമായി ബന്ധപ്പെട്ട് പിന്നീട് സ്വാഭാവികമായി ഉസാമ ബിൻ ലാദൻ അമേരിക്കക്കെതിരായി മാറി. അപ്പോൾ അദ്ദേഹം ജനിച്ചു വളർന്നത് സൗദി അറേബ്യയിലാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ അദ്ദേഹം ആരാണ് എന്ന് സൗദി അറേബ്യക്കാർക്കറിയാം, അദ്ദേഹവുമായി ബന്ധപ്പെട്ട ചരിത്രം വായിക്കുന്നവർക്കറിയാം, കേരളക്കാർക്കും വ്യക്തമായി അറിയാം. കേരളത്തിൽ അദ്ദേഹം സലഫിയാണ്, അദ്ദേഹത്തിൻ്റേത് സലഫി തീവ്രവാദമാണ് എന്ന് ലോകത്തോട് പറയുന്നത് അമേരിക്കയാണ്. എന്നാൽ അദ്ദേഹം യഥാർത്ഥത്തിൽ ഇഖ്വാനുൽ മുസ്ലിമൂനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ഉസ്താദ്, അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ മുഹമ്മദ് കുത്തുബാണ്. കേരളത്തിൽ ഇഖ്വാനുൽ മുസ്ലിമിൻ്റെ ആശയമാണ് ഞങ്ങളുടേത് എന്ന് അഭിമാനപൂർവ്വം പറയുന്ന ജമാഅത്ത് സുഹൃത്തുക്കളുടെ ഹിറാ സമ്മേളനത്തിൽ മുഖ്യ അതിഥിയായി വന്ന ആളായിരുന്നു മുഹമ്മദ് കുത്തുബ്. ആ മുഹമ്മദ് കുത്തുബാണ് ഉസാമ ബിൻ ലാദന്റെ ഉസ്താദ്. മാത്രമല്ല ഹിറാ സമ്മേളനം, സംസ്ഥാന സമ്മേളനം, അവരുടെ സംസ്ഥാന സമ്മേളനം, ജമാഅത്ത് സുഹൃത്തുക്കളുടെ സംസ്ഥാന സമ്മേളനത്തിൽ മുഖ്യ അതിഥി, അതിൽ സമാപന സമ്മേളനത്തിലെ മുഖ്യ പ്രസംഗം നടത്തിയ ആളായിരുന്നു മുഹമ്മദ് കുത്തുബ്. ആ മുഹമ്മദ് കുത്തുബ് ഉസാമ ബിൻ ലാദന്റെ അധ്യാപകനായിരുന്നു. 2, അദ്ദേഹം സൗദിയിലെ പണ്ഡിതന്മാർ അദ്ദേഹം ഇഖ്വാനുൽ മുസ്ലിമൂൻ പറയുന്ന രൂപത്തിലുള്ള ജിഹാദിന് എതിരാണ്, ഇവരൊക്കെ കൊട്ടാരത്തിലിരുന്ന് ഫത്വ പറയുന്ന ആളാണ് എന്ന അർത്ഥത്തിൽ പറയുകയും സൗദി പൗരത്വം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ആ പൗരത്വം വലിച്ചെറിഞ്ഞു. ഞാനല്ല പറയുന്നത്, ഇസ്ലാമിക വിജ്ഞാന കോശം എന്ന പേരിൽ ജമാഅത്ത് സുഹൃത്തുക്കൾ ഇറക്കിയിട്ടുള്ള അവരുടെ വിജ്ഞാന കോശത്തിലെ 7ാം വാള്യത്തിൽ ഏറ്റവും കൂടുതൽ പേജുകൾ ഉപയോഗിച്ചത് എന്ന അക്ഷരത്തിലാണ്. അതിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞത് ഉസാമ ബിൻ ലാദനെ കുറിച്ചാണ്. അവിടെയാണിത് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ വ്യക്തമാണ്, അദ്ദേഹം സലഫി അല്ല എന്ന് കേരളത്തിൽ സലഫി ആശയങ്ങൾ പ്രചരിപ്പിക്കുന്ന വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ആളുകളല്ല പറയുന്നത്. അദ്ദേഹം സലഫി അല്ല, അദ്ദേഹം ഇഖ്വാനുൽ മുസ്ലിമിന്റെ ആളാണ്, അദ്ദേഹം സലഫി ആശയത്തോട് അതിൻ്റെ പൗരത്വം പോലും വേണ്ട എന്ന് പറഞ്ഞ ആളാണ് എന്നത് ഇന്ന് ജീവിച്ചിരിക്കുന്ന സലഫികളുടേതല്ലാത്ത പ്രസിദ്ധീകരണത്തിൽ പോലും വ്യക്തമാണ്. അപ്പോൾ ഇത്രയും കൃത്യമായൊരു കാര്യത്തെ ഒരുപക്ഷെ പ്രേക്ഷകർ പോലും ഉസാമ ബിൻ ലാദൻ എന്ന് പറയുമ്പോൾ സലഫി എന്ന് ചിന്തിച്ചു പോയിട്ടുണ്ടാകാം. പക്ഷെ എത്രമാത്രം വലിയൊരു കളവായിരുന്നു നമ്മുടെ മനസ്സിൽ മീഡിയ വെച്ച് പിടിപ്പിച്ചത് എന്നത് ഇവിടെ നാം ചിന്തിക്കേണ്ടതുണ്ട്. ഉസാമ ബിൻ ലാദൻ, സലഫി പണ്ഡിതന്മാർ അദ്ദേഹത്തെ എങ്ങനെ കണ്ടു, അദ്ദേഹത്തെ കുറിച്ച് എന്തു പറഞ്ഞു? ഇതിൽ കേരളത്തിൽ ഉള്ള ആളുകൾക്ക് ഉസാമ ബിൻ ലാദനെ കുറിച്ച് പറയുമ്പോൾ സലഫിയാണ് എന്ന് തോന്നുവാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട്. അത്തരത്തിലുള്ള പ്രചരണങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രബോധനത്തിൽ അദ്ദേഹം സലഫിയാണെന്ന് പറഞ്ഞ ലേഖനം വന്നിട്ടുണ്ട്. സത്യത്തിൽ ഉസാമ ബിൻ ലാദൻ കഴിഞ്ഞാൽ തൻസീം അൽ ഖാഇദയിൽ രണ്ടാമത്തെ ആളായി, അൽ ഖൈദയിൽ രണ്ടാമത്തെ ആളായി വരുന്നത് ഐമൻ സവാഹിരിയാണ്. ഇദ്ദേഹം ഉസാമ ബിൻ ലാദൻ്റെ ജീവചരിത്രത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് സംഘടനാ പ്രവർത്തനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനം ഇഖ്വാനുൽ മുസ്ലിമീനിലായിരുന്നു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഖ്വാനുൽ മുസ്ലിമീനിലുള്ള എങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ജമാഅത്ത് സുഹൃത്തുക്കളിൽ കുറേ ഇത്തരത്തിലുള്ള തീവ്രവാദ ചിന്താഗതി ഇല്ലാത്ത ആളുകളില്ലേ, അപ്പോൾ അവരിൽ നിന്ന് എങ്ങനെ ഇവരുണ്ടായി എന്ന് തോന്നിയേക്കാം. പക്ഷേ 2 സ്ട്രീമുകളുണ്ട്. ഒന്ന് കുത്തുബ് സ്ട്രീം, ഒന്ന് ബന്ന സ്ട്രീം. ഈ ഹസനുൽ ബന്നയുമായി ചേർന്ന സ്ട്രീമാണ് കുറച്ച് സമാധാനപരമായി ഒരുപക്ഷെ അതിരുകവിഞ്ഞ സഹിഷ്ണുതയിലൂടെ, എങ്കിലും അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് എങ്കിൽ കൂടി അതിരുകവിഞ്ഞ രൂപത്തിൽ വരെ സഹിഷ്ണുത അവർ പുലർത്തിയെന്ന് വന്നേക്കാം. എന്നാൽ കുത്തുബ് സ്ട്രീം നേരെ വിപരീതമാണ്. ഇത് സിമിയോട് ചേർത്തി പറയുകയാണെങ്കിൽ ഒന്നുകൂടി അത് വളരെ കൃത്യമാണ്.
സിമിയെ പോലെയുള്ള തീവ്ര സമീപനം സ്വീകരിച്ച സ്ട്രീം എന്ന് പറയുന്നത് കുത്തുബ് സ്ട്രീമാണ്. യഥാർത്ഥത്തിൽ ഉസാമ ബിൻ ലാദൻ അങ്ങനെ തീവ്ര സമീപനം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ സംഘടനയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എങ്കിൽ കൂടി അദ്ദേഹം ഇഖ്വാനിസത്തിലൂടെ വളർന്ന ആൾ തന്നെയാണ്. അദ്ദേഹത്തിന് സലഫിയത്തുമായി ബന്ധമൊന്നുമില്ല. സലഫി പണ്ഡിതന്മാർ തുടക്കത്തിൽ തന്നെ അദ്ദേഹത്തിന് മറുപടി പറഞ്ഞിട്ടും ഉണ്ട്. ഇഖ്വാനുൽ മുസ്ലിമീൻ, മുസ്ലിം ബ്രദർഹുഡ്, പലപ്പോഴായി നമ്മൾ ഈ പദം ആവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ വിശദാംശങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമാണ്. ഇതിൽ ഈ ചർച്ച ചെയ്യുമ്പോൾ നമ്മൾ ഇഖ്വാനുൽ മുസ്ലിമീൻ എന്തുകൊണ്ട് എടുത്ത് പറയുന്നു എന്നുള്ളത് ഒരുപക്ഷെ ആരും ചിന്തിച്ചേക്കാം. പക്ഷെ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട്. ഇഖ്വാനുൽ മുസ്ലിമീൻ മുന്നോട്ട് വെക്കുന്നത് ഹാക്കിമിയത്ത് എന്നുള്ള വാദമാണ്. ഹാക്കിമിയത്ത് എന്ന വാദം എന്ന് പറയുന്നത് ഇസ്ലാമികേതര ഭരണവ്യവസ്ഥിതി അതുമായി ബന്ധപ്പെടുന്നതും അത് നടപ്പിലാക്കുന്നതുമെല്ലാം നിരുപാധികം കുഫ്റാണ് എന്നും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന സംഗതിയാണ് എന്നും അമ്പിയാക്കന്മാർ അഥവാ പ്രവാചകന്മാരെ നിയോഗിക്കപ്പെട്ടത് ഹാക്കിമിയത്ത് സ്ഥാപിക്കുവാൻ വേണ്ടിയാണ് എന്നും തുടങ്ങിയുള്ള വാദങ്ങളാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് മുസ്ലിം ലോകത്തുള്ള ആളുകൾ പോലും ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്നുള്ള അവിശ്വാസം ആരോപിക്കുന്ന ഈ വാദം വരുന്നത് ഹാക്കിമിയത്തിൽ നിന്നാണ്. ഖവാരിജിയത്തിൻ്റെ അടിസ്ഥാനം അതാണ്. ആ അടിസ്ഥാനം വരുന്നത് ഈ ഹാക്കിമിയത്ത് വാദത്തിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ സൗദി അറേബ്യയിലുള്ള അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. അതുപോലെ തന്നെ ഇന്ന് ലോകത്തെമ്പാടുമുള്ള മുസ്ലിമീങ്ങൾ എത്രത്തോളം എന്നാൽ ഹരിദ്വാറിൽ ബിംബാരാധന നടത്തുന്നത് പോലെയാണ് കഅബാലയത്തിന് ചുറ്റും ഇന്ന് മുസ്ലിമീങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആരാധന എന്നുവരെ മൗദൂദിയെ പോലെയുള്ള ആളുകൾ എഴുതി വച്ചിട്ടുണ്ട്. ഇഖ്വാനുൽ മുസ്ലിമീൻ എന്നത് എന്താ പറയുക, മുസ്ലിം ബ്രദർഹുഡ് വളരെ സ്നേഹം ജനിപ്പിക്കുന്ന ഒരു പേരാണ്. ആ സ്നേഹം ജനിപ്പിക്കുന്ന പേരും വെച്ച് ഹാക്കിമിയത്ത് വാദവുമായി അവർ കടന്നു വന്നിട്ടുണ്ട്. എങ്കിൽ അവരിവിടെ സമൂഹത്തിൽ ഉണ്ടാക്കി വെച്ച പ്രതിസന്ധികൾ എന്താണ്? നിങ്ങൾ കേരളത്തിലെ സലഫികൾ കേവലമായ ആക്ഷേപം ഉന്നയിക്കുന്നതിലുപരി ലോകത്തെ ഏതെങ്കിലും ഒരു ഏജൻസി, ലോകത്തെ ഏതെങ്കിലും ഒരു ഭരണകൂടം, ലോകത്തെ ഏതെങ്കിലും ഒരു പോലീസ് ഡിപ്പാർട്ട്മെന്റ് ഇഖ്വാനുൽ മുസ്ലിമീനെ സംബന്ധിച്ചോ അവരുടെ നേതാക്കളെ കുറിച്ചോ അവർ ലോകത്തിന് തെറ്റായ തീവ്രവാദ ചിന്തകൾ കൈമാറിയവരാണ് എന്നോ അതല്ലെങ്കിൽ അവർ അപകടകാരികളാണ് എന്നോ പറഞ്ഞിട്ടുണ്ടോ? അതല്ല, സെലഫികൾക്കെതിരെ വിമർശനം വരുമ്പോൾ ആ വിമർശനം മുസ്ലിം ബ്രദർഹുഡിന്റെ ചാരിറ്റിയിൽ ഇടപെടുന്ന, സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്ന, ലോകത്തെ കാലത്തിന്റെ ചുവരെഴുത്ത് വായിക്കുന്ന ആളുകൾക്കെതിരെയുള്ള ആക്ഷേപമാണ് എന്നൊരാൾ പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉത്തരം? ഇഖ്വാനുൽ മുസ്ലിമീനെ രാഷ്ട്രങ്ങൾ അവർക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടോ? അതുപോലെ തന്നെ ഈ പ്രത്യേകമായി നമ്മുടെ എന്തെങ്കിലും അജണ്ടയുടെ ഭാഗമായി ഇത് ആരോപിക്കുകയാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ ഒട്ടുമിക്ക രാഷ്ട്രങ്ങളും ഇവരെ നിരോധിച്ചിട്ടുണ്ട്. ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ പ്രവർത്തനങ്ങൾ നിരോധിച്ചിട്ടുണ്ട്. അതിൽ സുപ്രധാനമായ കാരണങ്ങളിൽ ഒന്നാണ് അറബ് വസന്തം എന്ന് പറയുന്നത്. അറബ് വസന്തം എന്നുള്ളത് യഥാർത്ഥത്തിൽ മുസ്ലിം ഭരണാധികാരികൾക്കെതിരും ഇസ്ലാമിക ഭരണകൂടങ്ങൾക്കെതിരിലുമുള്ള ഒരു വിപ്ലവത്തിനുള്ള ആഹ്വാനമായിരുന്നു. കൃത്യമായ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഇസ്ലാമിന് എതിരാണ്. സലഫി പണ്ഡിതന്മാർ അന്ന് തന്നെ പറഞ്ഞു ഇതൊരിക്കലും പാടില്ലാത്ത കാര്യമാണ്, മതത്തിൽ നിഷിദ്ധമായ കാര്യമാണ്. എന്നാൽ ഇവർ ഇസ്ലാമിക ഭരണകൂടങ്ങൾക്കെതിരെ അവരിൽ കുഫ്ർ ആരോപിച്ചുകൊണ്ട്, കാരണം അവർ ഈ പറയുന്ന ഇസ്ലാമികേതര ഭരണം നടത്തിയാൽ നിരുപാധികം കുഫർ എന്നുള്ള വാദം അവിശ്വാസമാണ് എന്നുള്ള വാദം ഇവർക്കുള്ളത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ഭരണാധികാരികളെല്ലാം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിരിക്കുന്നു, അവർക്കെതിരെ വിപ്ലവം നയിക്കണം എന്ന നിലക്ക് ഇഖ്വാനുൽ മുസ്ലിമീൻ ഇടപെട്ട് ഒരുപാട് രാഷ്ട്രങ്ങളിൽ വിപ്ലവം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ വിപ്ലവം ഒന്നും തന്നെ വിജയിച്ചിട്ടില്ല എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ ഇവരെ നിരോധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ദുബൈയിൽ ഇവർക്ക് നിരോധനമുണ്ട്. മറ്റുള്ള ഒരുപാട് അറബ് രാഷ്ട്രങ്ങളിൽ ഇവർക്ക് നിരോധനമുണ്ട്, ഇവരുടെ പ്രവർത്തനങ്ങൾക്ക് നിരോധനം. എന്നാൽ ഇന്ന് നമുക്കറിയാം സൗദി അറേബ്യയിലെ നായിഫ് രാജകുമാറിനെ പോലെയുള്ള ആളുകൾ വളരെ കൃത്യമായി ഇഖ്വാനുൽ മുസ്ലിമീൻ ആണ് തീവ്രവാദത്തിൻ്റെ പിന്നിലുള്ളത്. അതുപോലെ തന്നെ അവിടെയുള്ള ഭരണ നേതൃത്വത്തിലുള്ള ആളുകളെല്ലാം അത് പലതവണ ആവർത്തിച്ചിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് ലോകത്തിൻ്റെ അത്തരത്തിലുള്ള നേതാക്കളിൽ നിന്ന് തന്നെ അത് വരുമ്പോൾ അത് നമ്മൾ വസ്തുതാപരമായി എടുക്കേണ്ടതുണ്ട്. ഇവരുടെ സാഹിത്യങ്ങൾ, ഇവരുടെ പുസ്തകങ്ങൾ, സലഫിയത്തിനെതിരിൽ ആരോപണം ഉന്നയിക്കുന്ന ആളുകൾക്ക് ആയിരക്കണക്കിന് പേജുകളുള്ള ഷെയ്ഖുൽ ഇസ്ലാമിൻ്റെയോ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയുടെയോ ഇബ്നുൽ ഖയ്യിമിൻ്റെയോ ഒക്കെ പുസ്തകങ്ങളിലെ മുറിച്ചെടുത്ത കോണ്ടെക്സ്റ്റുകളിൽ നിന്ന് പറിച്ചെടുത്ത വരികൾ മാത്രമാണ് ഉച്ചരിക്കാനുള്ളത് എന്ന കാര്യം നമ്മളിവിടെ സമർത്ഥിച്ചു. താർത്താരികളുമായുള്ള പോരാട്ടം,
അല്ലെങ്കിൽ തുർക്കികളുമായുള്ള യുദ്ധഘട്ടം, ഇതൊക്കെ ബന്ധപ്പെട്ട പരാമർശങ്ങൾ എടുത്തുദ്ധരിച്ചിട്ടാണ് കാര്യങ്ങൾ നിർവഹിക്കുന്നത്. എങ്കിൽ ഇഖ്വാനുൽ മുസ്ലിമീൻ അവരുടെ സാഹിത്യങ്ങളിൽ ജിഹാദുമായി ബന്ധപ്പെട്ട് പറഞ്ഞ, അല്ലെങ്കിൽ ഹാക്കിമിയത്തുമായി ബന്ധപ്പെട്ട് പറഞ്ഞ, ഒരു മുസ്ലിമിന് യോജിക്കാൻ കഴിയാത്ത ISIS പോലെയുള്ള തീവ്രവാദി സംഘടനകൾ, അൽ-ഖായിദ പോലെയുള്ള തീവ്രവാദി സംഘടനകൾക്ക് പ്രേരകമാകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ പൊതുസമൂഹത്തെ അറിയിക്കേണ്ടതുണ്ട്. തീർച്ചയായും. മൗദൂദി അദ്ദേഹത്തിൻ്റെ തഫ്ഹീമാത്ത് എന്ന് പറയുന്ന പുസ്തകത്തിൽ പേജ് 122 അദ്ദേഹം പറയുന്നു, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ചാണ് പറയുന്നത്. നമുക്കറിയാം ഒരു പ്രവാചകന്റെ സ്ഥാനം എത്രയാണെന്ന്. ഇന്ന ഹാദിഹി ലം തകുൻ മുതാലബത്തുൻ ലിമൻസിബി വസീരിൽ മാലിയ്യ ഫഖത്ത് ബൽ ഇന്നഹ കാനത് മുതാലബത്തുൻ ലിദ്ദിക്താതൂരിയ്യ വനതീജതൻ ലിദാലിക കാന വദഉ സയ്യിദുനാ യൂസുഫ് അലൈഹി സലാം كان وضع سيدنا يوسف عليه السلام يشبه جدا وضع മുസോലനി في إيطاليا الآن. അഥവാ ഒരു ഇസ്ലാമികേതര ഭരണകൂടത്തിന് കീഴിൽ ധനമന്ത്രി എന്ന പദമലങ്കരിച്ച യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ നിലപാട് അദ്ദേഹം ചെയ്തത് ഒരു സ്വേച്ഛാധിപത്യമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഇറ്റലിയിൽ ഇന്നുള്ള മുസോളനിയുടെ അവസ്ഥക്ക് തുല്യമാണ് എന്ന് ഇദ്ദേഹം എഴുതി വെച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ മുമ്പ് കാലങ്ങളിൽ ഒരുപാട് ഇസ്ലാമിൻ്റെ സന്ദേശത്തിൻ്റെ പ്രചാരവാഹകരായിരുന്ന സൗദി അറേബ്യയെ പോലെയുള്ള ഒരു രാഷ്ട്രം ഇന്ന് അത് ഷിർക്കിലേക്കും അതുപോലെ തന്നെ ഈ പറഞ്ഞ ഹാക്കിമിയത്തിലെ ഷിർക്കിലേക്ക് കൂപ്പുകുത്തിയിരിക്കുന്നു എന്ന് ഇദ്ദേഹം എഴുതി വെച്ച് നമുക്ക് കാണാൻ സാധിക്കും. ഇദ്ദേഹത്തിൻ്റെ തർജുമാനുൽ ഖുർആൻ വോള്യം 28 പേജ് 173. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നത് വലാകിൻ ബഅദൽ ഫശ്ലി ഫിൽ വഅദി വത്തൽഖീൻ ഹമല ദാഇയൽ ഇസ്ലാം അസ്സൈഫ്. ഇദ്ദേഹത്തിൻ്റെ അൽ ജിഹാദു ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകം, മൗദൂദിയുടെ അൽ ജിഹാദു ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകം, അതിൽ അദ്ദേഹം പറയുകയാണ്, ഉപദേശവും നിർദ്ദേശങ്ങളും ഫലിക്കാതെ വന്നപ്പോൾ ആ പ്രബോധകൻ വാളെടുത്തു എന്ന് പറയുന്നത്. കൃത്യമായി ഈ വാളെടുക്കുവാൻ തന്നെ അവർ ആഹ്വാനം ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല, യഥാർത്ഥത്തിൽ ഉപദേശം ഫലിക്കാതെ വന്ന ഇന്നമ അലൈക്കൽ ബലാഗ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുമ്പോൾ തന്നെ അതിന് നേർവിപരീതമായ സമീപനങ്ങൾ സ്വീകരിച്ചതായി കാണാൻ സാധിക്കും. നമസ്കാരം, നോമ്പ് തുടങ്ങിയവയെല്ലാം ഇപ്രകാരം അതിനുള്ള ട്രെയിനിങ് ആണ്, തങ്ങൾക്ക് ഹാക്കിമിയത്ത് സ്ഥാപിക്കാനുള്ള ട്രെയിനിങ് ആണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിഷയത്തിൽ അദ്ദേഹം നടത്തിയ പരാമർശത്തെ പോലെ വളരെ അപകടകരമായ പരാമർശങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇറാനിൽ അവിടെ നടത്തപ്പെട്ട ഇറാനിയൻ സഫവി വിപ്ലവം, ആ വിപ്ലവത്തെക്കുറിച്ച് അത് ഇസ്ലാമിക വിപ്ലവമാണ് എന്ന് ഇദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മജല്ലത്തുൽ ഉമ്മ എന്ന് പറയുന്ന തൊഹ്റാനിലെ നിന്ന് പ്രസിദ്ധീകരിക്കപ്പെടുന്ന മജല്ലത്തുൽ ഉമ്മ എന്ന് പറയുന്ന മാഗസിനിൽ വന്നിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ അഭിമുഖത്തിൽ ഇദ്ദേഹം വളരെ കൃത്യമായി അതിനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ സാധിക്കും. യഥാർത്ഥത്തിൽ അലി ശരീഅത്തി എന്ന് പറയുന്ന ആൾ ഫ്രാൻസിൽ നിന്ന്, അവിടുത്തെ പാശ്ചാത്യ വിപ്ലവകാരികളിൽ നിന്ന് ചില കാര്യങ്ങൾ കടമെടുത്തുകൊണ്ട് അവിടെയുള്ള ഇറാനിലുള്ള ആളുകളെ വിപ്ലവത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഇറാനിയൻ വിപ്ലവം ഉണ്ടായത്. അതൊരിക്കലും ഇസ്ലാമിക വിപ്ലവമായിരുന്നില്ല. അതുപോലെ തന്നെ ഇദ്ദേഹം പറയുന്നു, വലാകിൻ ബഅദൽ ഫശലി ഫിൽ വഅദി വത്തൽഖീൻ ഹമല ദാഇയൽ ഇസ്ലാം അസ്സൈഫ്. ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒരിക്കലും തന്നെ ഉപകാരപ്പെടാതെ വന്ന സാഹചര്യത്തിൽ ആ പ്രബോധകൻ വാളെടുത്തു എന്ന് പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അബൂ മുസഅബ് അസ്സൂരി എന്ന് പറയുന്ന അൽ-ഖൈദയുടെ അവരുടെ സ്പോക്ക് പേഴ്സൺ അദ്ദേഹം പറയുന്നു, വഷ്തമല കുതുബഹു വഹുവൽ മുസ്തലഹാത്തുൽ അർബഅ അലാ കസീരി മിൻ അസാസിയാത്തിൽ ഫിക്റിൽ ജിഹാദി അൽ മുആസിർ. ഇദ്ദേഹത്തിൻ്റെ 4 സാങ്കേതിക പദങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകമുണ്ട് മൗദൂദിക്ക്. റബ്ബ്, ഇലാഹ്, അതുപോലെ തന്നെ ഇബാദത്ത് തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിക്കുന്ന പുസ്തകം. ആ പുസ്തകമാണ് ഇന്ന് നിലനിൽക്കുന്ന ജിഹാദി മൂവ്മെൻറ്റുകൾ എന്നിവർ പേരിട്ട് വിളിക്കുന്ന ഈ മൂവ്മെൻറ്റുകളുടെ അടിസ്ഥാനം എന്ന് പറയുന്നുണ്ട്. ഐമൻ ദവാഹിരി, അൽ-ഖ്വയ്ദയുടെ രണ്ടാമനായ ഐമൻ ദവാഹിരി പറയുകയാണ്, ഇന്ന കുതുബ സയ്യിദ് ഖുതുബ് കാനത്ത് ദൈനാമീറ്റ് അല്ലത്തി ഫജ്ജറത് മആലിമൽ ജിഹാദ് ഫിൽ ഉമ്മ. ഈ ഉമ്മത്തിൽ ജിഹാദിൻ്റെ ഡൈനാമിറ്റ് പൊട്ടിച്ചത് സയ്യിദ് ഖുതുബിൻ്റെ പുസ്തകങ്ങളായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ വഴിയടയാളങ്ങൾ എന്ന് പറയുന്ന പുസ്തകം, അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയതെന്ന് ഐമൻ ദവാഹിരി പറയുന്നു. ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട പുസ്തകമാണ് വഴിയടയാളങ്ങൾ എന്ന് പറയുന്ന സയ്യിദ് ഖുതുബിൻ്റെ പുസ്തകം. നേരത്തെ ഇവിടെ പബ്ലിഷ് ചെയ്യപ്പെടുകയും ഇന്ത്യ ഗവൺമെൻറ് അത് നിരോധിക്കുകയും ചെയ്ത പുസ്തകമാണ്. ഇഖ്വാനുൽ മുസ്ലിമീൻ അവരിൽ നിന്ന്
ആണ് യഥാർത്ഥത്തിൽ ISIS ആവേശം ഉൾക്കൊണ്ടത് എന്നതാണ്, അൽ ഖൈദ ആവേശം ഉൾക്കൊണ്ടത് എന്നതാണ് ഇപ്പോൾ അബ്ദുറഹ്മാൻ അബ്ദുൽ ലത്തീഫ് പറഞ്ഞു നിർത്തിയിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ വേരുകൾ കേരളത്തിലേക്ക് എത്തുമ്പോൾ ചില കേന്ദ്രങ്ങളിലേക്ക് എത്തുമെന്നതാണ് ചർച്ച മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാരിറ്റി വേണ്ടതുണ്ട്. ഇതിൽ നവസലഫികൾ എന്ന് പറഞ്ഞ് സലഫി പ്രവർത്തകരെ തീവ്രവാദത്തിൻ്റെ നുകത്തിൽ കെട്ടി ആക്രമിക്കാൻ ശ്രമിക്കുന്നവരുടെ അരികിലാണ് യഥാർത്ഥത്തിൽ തീവ്രവാദമുള്ളത് എന്ന തിരിച്ചറിവിലേക്കാണ് ഇപ്പോൾ നമ്മുടെ ചർച്ച കടന്നെത്തുന്നത്. അതുകൊണ്ട് കൂടുതൽ ക്ലാരിറ്റിയിൽ ഇഖ്വാനുൽ മുസ്ലിമീൻ, മുസ്ലിം ബ്രദർഹുഡ്, സൗദി അറേബ്യ, ദുബൈ അടക്കമുള്ള രാഷ്ട്രങ്ങൾ അവരുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ പഠിച്ചതിൻ്റെയും അന്വേഷിച്ചതിൻ്റെയും കുറ്റാന്വേഷകരുടെ റിപ്പോർട്ടുകളുടെയും കോടതി വിധികളുടെയും അടിസ്ഥാനത്തിൽ നിരോധിച്ച് പലപ്പോഴും വളരെ ഉത്തരവാദിത്തപ്പെട്ട നേതൃത്വങ്ങളെ ജയിലിലടച്ച് പല മാധ്യമ പ്രവർത്തകരും ലോകത്തെ രഹസ്യ ഗൂഢ ഗറില്ല മുറകൾക്കൊക്കെ കാരണമായി എന്ന് പറയുന്ന ഇഖ്വാനുൽ മുസ്ലിമീൻ അവർ വേറൊരു രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതാണ് എന്നോ അതല്ലെങ്കിൽ അവരുടെ തന്നെ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ടാണ് ISIS ഉണ്ടായത് എന്നോ നാം പറയേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. മുസ്ലിം പണ്ഡിതന്മാർക്കും സലഫി പണ്ഡിതന്മാർക്കും ഇടയിൽ ഇവർ ജീവിക്കുമ്പോൾ, അറബികളായ ആളുകളായി തന്നെ ജീവിക്കുമ്പോൾ ഒരുപക്ഷെ പൊതുസമൂഹം തെറ്റിദ്ധരിക്കുന്നത് കൊണ്ട് വേർപ്പെടുത്തി പറയുന്നു നമ്മൾ. അതുകൊണ്ട് അതിൻ്റെ ചില ഉദാഹരണങ്ങളും അതിൻ്റെ ചില രേഖകളും നമുക്കിവിടെ സമർത്ഥിക്കേണ്ടതുണ്ട്. രേഖകൾ എന്ന് പറയുന്നത് ഒരു സത്യാന്വേഷണയുടെ മുന്നിൽ വളരെയധികം വ്യക്തമാണ്. ഒന്ന്, ഇന്ന് ലോകത്ത് ISIS പോലെയുള്ള അൽ ഖ്വയ്ദയെ പോലെയുള്ള തീവ്ര സ്വഭാവമുള്ള സംഘടനകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയൊരു അക്രമമാണ് ചാവേർ ആക്രമണം എന്നുള്ളത്. അത് ഇസ്ലാമിൽ അനുവദനീയമല്ല എന്ന് കൃത്യമായി സലഫി പണ്ഡിതന്മാർ പഠിപ്പിച്ചപ്പോഴും ഇഖ്വാനുൽ മുസ്ലിമീൻ്റെ വളരെ പ്രസിദ്ധരായ പണ്ഡിതന്മാരായി അറിയപ്പെടുന്ന സൽമാൻ ഔദ, ഡോക്ടർ യൂസുഫ് അൽ ഖറദാവി തുടങ്ങിയിട്ടുള്ള ആളുകൾ ചാവേർ ആക്രമണം നടത്തുന്നത് അനുവദനീയമാണ് എന്ന് ഫത്വ നൽകിയ ആളുകളാണ്. അപ്പോൾ അത് മാത്രമല്ല, ഇവരുടെ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇഖ്വാനുൽ മുസ്ലിമീൻ എന്ന ചിന്താധാരയിൽ പ്രവർത്തിച്ചവരാണ് ഈ ISISൻ്റെ വക്താക്കൾ എന്ന് പറഞ്ഞത് ഡോക്ടർ യൂസുഫ് അൽ ഖറദാവിയാണ്. അതുപോലെ തന്നെ ഉസാമ ബിൻ ലാദന് കൃത്യമായി ഇഖ്വാനുൽ മുസ്ലിമീനിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്ന ആളായിരുന്നു എന്ന് പറഞ്ഞത് അയ്മൻ സവാഹിരിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് നമ്മൾ നടത്തിയിട്ടുള്ള ഒരു ആരോപണമല്ല, വസ്തുതാപരമായി അവർ അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. ഇഖ്വാനുൽ മുസ്ലിമീൻ ഇത്രയും ആശയപരമായ അബദ്ധത്തിൽ എത്തിപ്പെട്ട അടിസ്ഥാന ഘടകം ജിഹാദിൻ്റെയും ഹാക്കിമിയത്തിൻ്റെയും ഒക്കെ വിഷയത്തിലുള്ള അവരുടെ ധാരണപ്പിഴവുകളാണ്. ഇസ്ലാമിലെ ജിഹാദും ഇസ്ലാമിലെ ഹാക്കിമിയത്തും ഇതിനെ തെറ്റിദ്ധരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് പറ്റിയ ഇതേ അബദ്ധം സംഭവിച്ച കക്ഷികളെ, വിഭാഗങ്ങളെ മലയാളക്കരയിൽ നമുക്ക് കാണാനുണ്ടോ? ഉണ്ടെങ്കിൽ അവരെ സംബന്ധിച്ച് വിശദാംശവും കൂടി നമ്മൾ പുറത്തുവിടേണ്ടതുണ്ട്. ഇഖ്വാനുൽ മുസ്ലിമൂന് വളരെ ആവേശപൂർവ്വമാണ് ജമാഅത്ത് സുഹൃത്തുക്കൾ പറയാറുള്ളതും പ്രചരിപ്പിക്കാറുള്ളതും. അതുകൊണ്ടാണ് ഇഖ്വാനുൽ മുസ്ലിമൂൻ്റെ നേതാക്കന്മാരുടെയും വക്താക്കളുടെയും പുസ്തകങ്ങളും മറ്റും അവർ ഇവിടെ പബ്ലിഷ് ചെയ്യുന്നതും ഖുർആൻ പരിഭാഷകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നതുമൊക്കെ. അതേ സന്ദർഭത്തിൽ കേരളത്തിൽ നടന്ന അതിശക്തമായ ഒരു ആദർശ യുദ്ധം അഥവാ തൗഹീദുമായി ബന്ധപ്പെട്ട് ഇഖ്വാനുൽ മുസ്ലിമിന് പറ്റിയിട്ടുള്ള അബദ്ധം കേരള പശ്ചാത്തലത്തിൽ കേരളക്കാരുടെ മുമ്പിൽ അവതരിപ്പിച്ചപ്പോൾ അത് വളരെ കൃത്യമായി മരണപ്പെട്ടുപോയ ഉമർ മൗലവി അടക്കമുള്ള മഹാന്മാരായ പണ്ഡിതന്മാർ വളരെ ഗുണകാംക്ഷയോടുകൂടി ഈ ആശയതലത്തിൽ അവരുമായി ഏറ്റുമുട്ടിയപ്പോൾ ആ പ്രസിദ്ധീകരണങ്ങളും ഒക്കെ അവിടെ നിലനിർത്തിക്കൊണ്ട് തന്നെ പ്രായോഗിക തലത്തിൽ ജമാഅത്ത് സുഹൃത്തുക്കൾ നേരത്തെ അവർ പറഞ്ഞ വാദങ്ങളിൽ നിന്ന് പിൻവാങ്ങി എന്നത് ഒരർത്ഥത്തിൽ സന്തോഷകരമാണ്. അതേ സന്ദർഭത്തിൽ തലമുറകൾ വീണ്ടും വീണ്ടും വായിച്ചു പോകുന്നത് അവർ നേരത്തെ പ്രാവർത്തികമാക്കിയ കാര്യങ്ങളാണ് എന്നത് നമ്മൾ ചേർത്ത് വായിക്കണം. അതിലേറ്റവും പ്രധാനം, തൗഹീദ് പൂർത്തിയാകണമെങ്കിൽ ദൈവത്തിൻ്റെ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭരണം, പടച്ചവൻ്റെ വായു ശ്വസിക്കുന്നു, പടച്ചവൻ്റെ വെള്ളം കുടിക്കുന്നു, പടച്ചവൻ്റെ ഭരണമാണ് ഇവിടെ വേണ്ടത് എന്ന പെട്ടെന്ന് പ്രത്യക്ഷത്തിൽ കേട്ടാൽ ശരിയാണെന്ന് തോന്നും. അതേ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെയും പ്രവാചക ചര്യയുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ വിലയിരുത്തുന്ന സന്ദർഭത്തിൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തൗഹീദിൻ്റെ എല്ലാ വശങ്ങൾക്കും നമുക്ക് മാതൃക കാണിച്ചു തരേണ്ടത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് തൻ്റെ അനുചരന്മാരോട് നജ്ജാശി രാജാവിൻ്റെ അടുത്തേക്ക് അഭയം തേടി പോകാൻ ആവശ്യപ്പെട്ടത്. ആ സന്ദർഭത്തിൽ നജ്ജാശി മുസ്ലിം അല്ല. ഒരു അനിസ്ലാമിക ഭരണകൂടത്തിൻ്റെ കീഴിലേക്ക് അഭയം തേടി പോകാൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. അപ്പോൾ ആ പോക്ക് ശിർക്കാകും. യഥാർത്ഥത്തിൽ ഹാക്കിമിയത്ത് അഥവാ പടച്ചവൻ്റെ ആധിപത്യമാണ് ഇവിടെ വേണ്ടത്, ഭരണമാണ് ഇവിടെ വേണ്ടത് എന്നതിനെതിരായി മാറും അത്. അപ്പോൾ ഒരിക്കലും ഇസ്ലാം പഠിപ്പിക്കാത്തൊരു കാര്യത്തെ ഇസ്ലാമിൻ്റെ മേൽ വെച്ച് കെട്ടിയത് ഇബാദത്ത് എന്ന് പറയുന്ന സാങ്കേതിക പദത്തിന്
മൗദൂദ് സാഹിബ് അടക്കമുള്ള ആളുകൾക്ക് പറ്റിയ തകരാറാണ് യഥാർത്ഥത്തിലുള്ള കാരണമായി നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇഖ്വാനുൽ മുസ്ലിമൂൻ്റെ ആശയങ്ങളെ ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ് ഇപ്പോൾ നമ്മുടെ സഹോദരങ്ങൾ അവതരിപ്പിക്കുന്നത്. മാത്രമല്ല മൗദൂദി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ ഉറച്ചു നിൽക്കുമ്പോഴും അത് ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ചില ക്രൂരമായ കൈക്രിയകൾക്ക് വിധേയമാക്കി മൗദൂദിയുടെ ജിഹാദ് പോലെയുള്ള അധ്യായങ്ങൾ അതിൽ അദ്ദേഹം എഴുതിയതല്ലാത്ത കാര്യങ്ങൾ കൂട്ടിച്ചേർത്ത് മയപ്പെടുത്തി എന്ന് ആശയമുള്ള ആളുകൾ പരസ്യമായി ലേഖനത്തിലൂടെ തന്നെ ആരോപണം ഉന്നയിക്കുന്നൊരവസ്ഥയിലേക്ക് വരെ ആ ആളുകൾ എത്തിയിട്ടുണ്ട്. പറഞ്ഞു വരുന്നത് ഇവിടെയുള്ള ഈ ചിന്താധാര ലോകത്തുടനീളം ഇഖ്വാനുൽ മുസ്ലിമൂൻ പല സ്ഥലത്തും നിരോധിക്കപ്പെട്ട ചിന്താധാര ഇന്ത്യയിലും വന്നു. ഇന്ത്യയിൽ പലപ്പോഴും ഇസ്ലാമിനെ തന്നെ തെറ്റിദ്ധരിക്കുവാൻ മൗദൂദി സാഹിബിൻ്റെ ഗ്രന്ഥങ്ങളും മറ്റും കാരണമായി. ഇസ്ലാമിൻ്റെ പല കാര്യങ്ങളിലും അദ്ദേഹത്തിൻ്റെ രചനകൾ പൊതു ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നതോടൊപ്പം ഈ ഇബാദത്തിന് അദ്ദേഹം കൊടുത്തിരിക്കുന്ന അർത്ഥത്തിൽ പറ്റിയ പിഴവ് മുസ്ലിങ്ങളുടെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ വളരെയധികം തെറ്റിദ്ധരിക്കുവാനും കാരണമായിട്ടുണ്ട് എന്നതാണ് നമ്മൾ ചേർത്ത് വായിക്കേണ്ടത്. അവിടെയാണ് ഇത്തരം ചർച്ചകൾ വരുന്ന സന്ദർഭത്തിൽ ഈ ഇഖ്വാനുൽ മുസ്ലിമൂൻ്റെ ചിന്താഗതി വെച്ചു പുലർത്തുന്ന പണ്ഡിതന്മാരെ സലഫികളായി അവതരിപ്പിച്ച് സലഫികളുടെ അടുത്താണ് തീവ്രവാദം ഉള്ളത് എന്ന് പറയുന്ന ഒരു കൃത്യമായ അജണ്ട പല സഹോദരങ്ങളുടെയും മനസ്സിലുണ്ട്. അതാണ് നേരത്തെ ഉസാമ ബിൻ ലാദനിലൂടെ നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ജമാഅത്തെ ഇസ്ലാമിയും ജനാധിപത്യവും വോട്ടിങ്ങും ഒക്കെ ഏറെ ഇവിടെ ചർച്ചയായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക വിധികളിലെ ഈ ഒരു കാര്യം ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ പിൻവാങ്ങിയ ഒരു പശ്ചാത്തലത്തിൽ അതിലെന്തെങ്കിലും പുതിയ തെളിവുകളുണ്ടോ? ജനാധിപത്യം ഹലാലാകുന്ന, ജനാധിപത്യം ഇസ്ലാമികമാകുന്ന എന്തെങ്കിലും പുതിയ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കുമോ അവർ വോട്ടിങ്ങിലേക്ക് പോയത് എന്ന ഒരു സംശയം പൊതുസമൂഹത്തിൽ നിന്ന് ഇപ്പോൾ ഉയർന്നു തുടങ്ങിയിരിക്കുന്നു. ജനാധിപത്യം എന്ന് പറയുന്നതിൻ്റെ ഇസ്ലാമികമായ നിലപാട് എന്ത് എന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ പ്രസക്തമാണ്. ജനാധിപത്യം എന്നുള്ളത് ഇസ്ലാമിക നിയമവ്യവസ്ഥിതി ആണ് എന്നാരും പറയുന്നില്ല. അതൊരു ഇസ്ലാമികേതര നിയമവ്യവസ്ഥിതിയാണ്. ഇസ്ലാമികേതര നിയമവ്യവസ്ഥിതിയുമായി ബന്ധപ്പെടുന്നത് ഒരാൾ അത് അനുവദനീയമായി കണ്ടുകൊണ്ടാണെങ്കിൽ, ഉദാഹരണം വ്യഭിചാരം ഇസ്ലാമിൽ നിഷിദ്ധമാണ്, ഒരാൾ വ്യഭിചാരം അനുവദനീയമാണ് എന്ന് പറയുകയാണെങ്കിൽ അത് കുഫ്റാണ്. ഇനി അത് അനുവദനീയമായി കാണാതെ എന്നാൽ ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി അതുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അത് തോന്നിവാസം, ഫിസ്ക് എന്ന ഇനത്തിൽ അഥവാ ഒരു കുറ്റകൃത്യമായി പാപമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത്. അയാൾ ഫാസിഖ് എന്ന ഗണത്തിലാണ് പെടുന്നത്. ഇനി അതല്ല, ഇസ്ലാമികേതര നിയമവ്യവസ്ഥിതി നിലനിൽക്കുന്ന നാടുകളിൽ, ഉദാഹരണത്തിന് ജനാധിപത്യം നിലനിൽക്കുന്ന നാടുകളിൽ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും അതുപോലെ തന്നെ സത്യസന്ധമായ ഇടപെടലുകൾ നടത്തുന്നതിനും മുസ്ലിമീങ്ങളുടെ മതപരവും ഭൗതികവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവർ രാഷ്ട്രീയ തലത്തിൽ ഇടപെടലുകൾ നടത്തുക, ജനാധിപത്യത്തിൽ ഇടപെടലുകൾ നടത്തുക എന്നുള്ളത് വാജിബാണ് എന്നും ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ളയെ പോലെയുള്ള പണ്ഡിതന്മാർ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. നന്മയുള്ള ഒരാൾ അവിടെ വന്നിട്ടില്ല എങ്കിൽ അവിടെ സ്വാഭാവികമായും മോശമായ ഒരാളായിരിക്കും അവിടെ കയറിയിരിക്കുക, അയാളായിരിക്കും പിന്നീട് ആ നാടിനെ മുന്നോട്ട് നയിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിർബന്ധമാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ എത്തുകയും പാർലമെന്റുകളിൽ മുസ്ലിമീങ്ങൾക്ക് പറയുവാനുള്ള അഭിപ്രായം എന്ത് എന്നുള്ളത് കൃത്യമായി അവതരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ, നല്ല ആളുകൾ അതിലേക്ക് വരികയും ചെയ്യേണ്ടതുണ്ട്. അത് നിർബന്ധമാണ് എന്നുവരെ സലഫി പണ്ഡിതന്മാർ പഠിപ്പിച്ചു വച്ചിട്ടുണ്ട്. എന്നാൽ ഇവിടെ ഉണ്ടായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ ഷിർക്കാണ്, കുഫ്റാണ്, വോട്ട് ചെയ്താൽ ഷിർക്കായി എന്നൊക്കെയുള്ള വാദങ്ങൾ വരാനുള്ള കാരണം ഇസ്ലാമികേതര നിയമവ്യവസ്ഥിതിയുമായി ബന്ധപ്പെടുന്നത് നിരുപാധികം കുഫ്റാണ്, നിരുപാധികം സത്യനിഷേധമാണ് എന്ന ഒരു വാദത്തിൽ നിന്ന്, ഹാക്കിമിയത്ത് വാദവുമായി ബന്ധപ്പെട്ടു വന്ന വാദത്തിൽ നിന്നാണ് അതെല്ലാം ഷിർക്കാണ് എന്നുള്ള വാദം ഉണ്ടായിട്ടുള്ളത്. സലഫികൾക്ക് അങ്ങനെ ഒരു വാദം ഇല്ല. സലഫി പണ്ഡിതന്മാരുടെ ചില ഫത്വകൾ വോട്ടിങ്ങുമായി ബന്ധപ്പെട്ടതും അതുപോലെ തന്നെ ജനാധിപത്യവുമായി ബന്ധപ്പെട്ടതും എല്ലാം എടുക്കുകയും അത് വ്യാപകമായി സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ അവര് നിരുപാധികം ജനാധിപത്യം അനുവദനീയമാണെന്നും അത് ശരിയാണെന്നും വിശ്വസിക്കുന്നവർക്കെതിരിൽ കൊടുത്ത ഫത്വകളെ ഇന്ത്യയെ പോലത്തെ രാജ്യത്തെ ജനാധിപത്യ സംവിധാനങ്ങളുടെ നേരെ എടുത്തുപയോഗിക്കുന്നതാണോ? തീർച്ചയായും. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വശം എന്ന് പറയുന്നത് അവർ സലഫി പണ്ഡിതന്മാരിൽ വളരെ പ്രഗത്ഭരായ ആളുകൾ
ഇന്ത്യയെ പോലെയുള്ള ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന നാടുകളിൽ തിരഞ്ഞെടുപ്പുകളിൽ മുസ്ലിമീങ്ങൾ പങ്കെടുക്കുന്നതിൻ്റെ വിധി എന്ത്, അതുപോലെ തന്നെ മത്സരിക്കുന്നതിൻ്റെ വിധി എന്ത്, അതുപോലെ വോട്ട് ചെയ്യുന്നതിൻ്റെ വിധി എന്ത് കൃത്യമായി അവർ പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് അബ്ദുൽ മുഹ്സിൻ അബ്ബാദ് ഹഫിളഹുല്ല, അദ്ദേഹം മുഹദ്ദിസുൽ മദീന എന്നറിയപ്പെടുന്ന പ്രഗൽഭ സലഫി പണ്ഡിതനാണ്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നിങ്ങൾ പങ്കെടുക്കണം എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലയുടെ പങ്കെടുക്കരുത് എന്ന ഫത്വ മാത്രം ഇവിടെ പ്രചരിപ്പിച്ച് കാണാറുണ്ട്. അത് അദ്ദേഹം പറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് നടത്തി മാറ്റി. എന്നാൽ ജസായിരിലുള്ള അൾജീരിയയിലുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പങ്കെടുക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ വിഷയത്തിൽ കേരളത്തിൽ വളരെയധികം ഈ ഫത്വകളെയെല്ലാം എടുത്ത് അടർത്തി മാറ്റി പ്രചരണം നടത്തിയിരുന്ന ഒരു സഹോദരൻ, അവൻ നിലപാട് മാറ്റിയിട്ടുണ്ട്. ആ വിഷയത്തിൽ ഇബ്നു ബാസ് റഹിമഹുല്ലയും ഷെയ്ഖ് അൽബാനിയും പോലും തൗബ ചെയ്ത് മടങ്ങണം, അതോ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാം എന്ന് പറഞ്ഞതുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങണം എന്ന് പറഞ്ഞിരുന്നവർ പോലും അതല്ല, അങ്ങനെ സലഫി പണ്ഡിതന്മാർ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും മുസ്ലിമീങ്ങളുടെ ഭൗതികപരവും മതപരവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് അവരും ഇന്ന് നിലപാട് മാറ്റിയതായി നമുക്ക് കാണാൻ സാധിക്കും. ഇത് വളരെ മുമ്പ് തന്നെ വിശദീകരിക്കപ്പെട്ട ഒരു കാര്യമാണ്. കേരളത്തിൽ KM മൗലവി, അദ്ദേഹം വളരെയധികം ശ്രദ്ധേയമായ രാഷ്ട്രീയ ഇടപെടലുകൾ നടത്തിയിരുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ ഉമർ മൗലവിയുടെ വിഷയത്തിലുള്ള നിലപാട് നമുക്ക് അവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുഫ്റാകുന്ന സാഹചര്യമുണ്ട്, ഷിർക്കാകുന്ന സാഹചര്യമുണ്ട്, അതിനെ ആരും നിരസിച്ചിട്ടില്ല. എന്നാൽ നിരുപാധികം ഷിർക്ക് കുഫ്ർ എന്നുള്ള വാദം നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒന്നല്ല. ജനാധിപത്യ സംവിധാനങ്ങളിൽ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട്.